ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് മലപ്പുറം ജില്ലയും പാലക്കാട് ജില്ലയും അടുത്തടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇത് പാലക്കാട് ജില്ലയിലാണ് ഈ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നത് നൗഫലിനെ കാണാനാണ്. നൗഫലിനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. നൗഫലിന് സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവനെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറിനെ കണ്ടെത്താൻ നിങ്ങൾ കൂടെ നിൽക്കുക കേട്ടോ. മാക്സിമം ഷെയർ ചെയ്യുക. ഈ കാണുന്നതാണ് നൗഫലിൻ്റെ വീട് കേട്ടോ. ഇതാണ് നൗഫലിൻ്റെ വീട്. അപ്പോൾ ഇതാണ് നൗഫൽ. ഇത് നൗഫലിൻ്റെ ഉമ്മയാണ്. ഉമ്മാൻ്റെ പേരെന്താ? നസീമ. ആ, അപ്പോൾ നിങ്ങൾക്ക് എത്ര മക്കളാ? 3 മക്കൾ. ആ, എത്ര ആൺകുട്ടികളാ? 2 ആണും 1 പെണ്ണും. അത് ശരി. നൗഫൽ ആദ്യം ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയതാണ് അല്ലേ? ആ, അപ്പോൾ അത് സംസാരിക്കുന്ന കുട്ടിയായിരുന്നു അല്ലേ? ചുണ്ടുമൊന്ന് നോക്കി മനസ്സിലാക്കണം കുട്ടി. അപ്പോൾ നൗഫൽ സൈൻ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? പഠിച്ചത്. എത്ര വരെ പഠിച്ചേ? +2 പാസ്സാണ്. ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഇപ്പം എന്താ ജോലി? ഇപ്പോൾ പച്ചക്കറി കടയിലാണ്. പച്ചക്കറി കടയിൽ വർക്ക് ചെയ്യുക അല്ലേ? അപ്പോൾ സൈൻ ലാംഗ്വേജ് ആണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് പിന്നെ സംസാരവും കേൾവിൻ്റെ പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ? വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? നിങ്ങൾക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരം മലപ്പുറം ജില്ലയും പാലക്കാട് ജില്ലയും ഏറ്റവും അടുത്ത് കിട്ടുന്നതാണ് നല്ലത്. പിന്നെ നമുക്കിങ്ങനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണോ വേണ്ടത്, അല്ലെ സംസാരിക്കുന്ന മോളെയാണോ വേണ്ടത്? സംസാരിക്കുന്നത് കിട്ടുകയാണെങ്കിൽ ഉത്തമം. നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനത്തതാണെങ്കിൽ രണ്ടാണെങ്കിലും കുഴപ്പമില്ല അല്ലേ? മാക്സിമം സംസാരിക്കുന്ന ആളെ തന്നെയാണ് വേണ്ടത് എന്നാണ് അല്ലേ? അതങ്ങനെയാണ് മുൻഗണന അല്ലേ? അതെ അതെ അതെ. അപ്പോൾ അവന് ജോലിക്ക് പോകുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അവന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അവന്റെ ചെറുപ്പത്തിൽ അവന്റെ കാലിങ്ങനെ വളഞ്ഞതായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കിക്കണം. ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. നടക്കുമ്പോ കാലിന് വളവുണ്ടോ? ഇല്ല ഇല്ല, ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ചെറുപ്പത്തിൽ ചെയ്തേ ഉള്ളൂ അല്ലേ? ചെയ്തു. അത് ചെറുപ്പത്തിൽ ചെയ്ത് ശരിയാക്കിയതാണ്. 1.5 വയസ്സായപ്പോ ചെയ്ത് ശരിയാക്കി. അതുകൊണ്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഡിവോഴ്സ് ആയതും ഒക്കെ പറ്റൂലേ? ഡിവോഴ്സ് ആയത് പറ്റും, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. എത്ര ഉണ്ടായിരുന്നു ആ വിവാഹ ജീവിതം? എത്ര ഉണ്ടായിരുന്നോ? 2 മാസമാണ് അവിടെ ഇവിടെ ആയിട്ട് കഴിഞ്ഞു. 2 മാസമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? പെട്ടെന്ന് തന്നെ വിവാഹിക്ക്. അത് ശരി. പിന്നെ എത്ര വയസ്സ് വരെ നമുക്ക് നോക്കാം? 25 വയസ്സ് വരെ. പിന്നെ നമുക്ക് 1-2 വയസ്സൊക്കെ കൂടുതൽ. എത്ര വയസ്സായത് നൗഫലിന്? 30ാമത്തെ വയസ്സ്. 30 വയസ്സാണ് നൗഫലിന്. നമുക്ക് 25-26 വരെ മാക്സിമം നോക്കാം അല്ലേ? വണ്ടി ഓടിക്കാറുണ്ടോ? ഇല്ല, വണ്ടി ഓടിച്ചൂല. പിന്നെ മെസ്സേജ് ചെറുതായിട്ടൊക്കെ ഉള്ളു വിടുക. ഫോൺ അങ്ങനെ ഉപയോഗിക്കില്ല? കൂടുതൽ ഉപയോഗിച്ചൂല. അധികം അറിയില്ല. എഴുതാനും വായിക്കാനും അറിയാം? എഴുതാനും വായിക്കാനും അറിയാം. കൂടുതൽ ഇംഗ്ലീഷാണ് അറിയാം. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലാവാത്തത് എഴുതി കൊടുത്താൽ അവന് മനസ്സിലാവും? മലയാളത്തിൽ ഓല ഭാഷയിൽ എഴുതി കൊടുത്താ അതെ. അങ്ങനെ ഇംഗ്ലീഷിലോ? അല്ല, ഇംഗ്ലീഷിലും മലയാളത്തിലും ഓൽക്കായിട്ട് ലിപി ഉണ്ടല്ലോ. അല്ലാത്ത മലയാളം ഇംഗ്ലീഷും അറിയും. ഇംഗ്ലീഷും അറിയും. അല്ലാണ്ട് നമ്മളെ നോർമൽ മലയാളമൊക്കെ വായിക്കലുണ്ടോ? ബസ്സിന്റെ ബോർഡ് അങ്ങനത്തെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യലുണ്ടോ? യാത്രയും ചെയ്യലുണ്ട്. ഒരു പ്രാവശ്യം കൊണ്ടേ കാണിച്ചു കൊടുത്താ ചെയ്യും. പോവും അല്ലേ? ഒറ്റയ്ക്ക് എല്ലായിടത്തിലും പോകുന്നതാണല്ലേ? +2 വരെ പഠിച്ചത് മാലപ്പറമ്പ്, കോഴിക്കോട്, അസിസി. കോഴിക്കോട് മാലാപ്പറമ്പ് അല്ല, പെരിന്തൽമണ്ണ മാലാപ്പറമ്പല്ലേ? അസിസി ഇല്ലേ, ബദ്ര സ്കൂള്, അവിടെയാണ് അവിടെ ഒറ്റയ്ക്ക് പോയി വരികയല്ലേ? പിന്നെ ഡിഗ്രി ഇവിടുന്ന് പുളിക്കൽ എബിലിറ്റി ഉണ്ടല്ലോ അതില്. പിന്നെ മോനെ മരണം വരെ പിന്നെ ഒന്നിച്ച് കൈകോർത്ത് ജീവിച്ചു പോകാൻ പറ്റണേ, അള്ളാനെ പേടിച്ച് ജീവിച്ചൊരു ആള് വേണം. അത്രയാണ് നമുക്ക് വേണ്ടത്. മതപരമായിട്ട്. പിന്നെ ഓനെ മരണം വരെ 8 വെച്ച് പോകരുത്. ഒന്നേയും അങ്ങനെ ആയി. ഇനിയും ഓൻ അങ്ങനെ ആയാല് മുന്നോട്ട് പോകാൻ കഴിയില്ല. തീർച്ചയായും മരണം വരെ കൂടെ നിൽക്കുന്ന ഒരാളെ ബന്ധപ്പെടേണ്ടതുള്ളൂ. അനാവശ്യമായിട്ട് ആരും വിളിക്കരുത്. അങ്ങനെയുള്ളവർ മാത്രം വിളിച്ചാൽ. നമ്മൾ വീഡിയോ പരമായിട്ടൊരു കാര്യം ഇങ്ങനെ പറയാന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അനാവശ്യമായിട്ട് ആരും വിളിക്കരുത് കേട്ടോ. പിന്നെ ഉപ്പ ജിദ്ദയിലാണ് അല്ലേ? അവിടെ എന്താ പരിപാടി? സ്കൂൾ വണ്ടി. നിങ്ങൾക്ക് 3 മക്കളാണല്ലേ പറഞ്ഞേ? ഒരാൺകുട്ടി, ഒരാൺകുട്ടി ദമാമില്, പിന്നെ ഒരു പെൺകുട്ടി അല്ലേ? ഒരു പെൺകുട്ടിയോ 2 ആൺകുട്ടികളുമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ പിന്നെ നൗഫലാണോ മൂത്തത്? അല്ല, ഇളയതാണ്. ഏറ്റവും ഇളയതാണ് നൗഫൽ അല്ലേ? നൗഫലിൻ്റെ ഹൈറ്റ് എത്രയാണെന്നറിയോ? ഒന്ന് എഴുന്ന ഹൈറ്റ് അറിയില്ല. നൗഫല് പിന്നെ ഇത്രയാണ് ഹൈറ്റ് വരുന്നത്. അങ്ങ് ഇപ്പോൾ പറയാന്ന് പറഞ്ഞാൽ ഒരു 5 അടി അല്ലേ? 5 അടി. ഒരു 160 ഉണ്ടാവും ഇതിൽ നോക്കുകയാണെങ്കിൽ അല്ലേ? ഇരുന്നടാ, ഒരു 160 ആ ഒരു സെൻറ്റിമീറ്റർ ആ ഒരു ഇതുണ്ടാവും അല്ലേ?
അത്യാവശ്യം കേൾവില്ലാത്ത കുട്ടികളാണെങ്കിൽ +2 പാസ് വേണം. നോർമൽ കുട്ടികളാണെങ്കിൽ അത്യാവശ്യം ഇംഗ്ലീഷും മലയാളം എഴുതാനും വായിച്ചാനും അറിയണ ആൾ വേണം. എന്താ വെച്ചാൽ ഓന് മനസ്സിലാകാത്ത അങ്ങോട്ട് എഴുതി കൊടുക്കാനും ഓൾക്ക് ഇങ്ങോട്ട് എഴുതി കൊടുക്കാനൊക്കെ കഴിയണത് വേണം. അതെ, ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു നല്ലൊരു പാർട്ണർ വരട്ടെ. വേറെ അമ്മക്ക് എന്താ പറയാനുണ്ടോ? വേറല്ല, നമ്മള് എല്ലാം പറഞ്ഞല്ലോ അല്ലേ. കണ്ണട വെക്കണത് എന്തിനാണെന്ന് അറിയോ? ഞാൻ പറഞ്ഞുതരാന്ന് പറയണ്ട. ചെറുതായിട്ടൊരു വലിയ കുറവൊന്നുമില്ല, ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് സ്ഥിരം വെക്കലില്ല. റോട്ടിൽ കൂടെ ഒക്കെ ദൂരക്കാഴ്ചക്കാണ് ദൂരക്കാഴ്ചക്കാണ് ചെറുതായിട്ടുള്ളൂ. അല്ലാതെ റോട്ടിൽ കൂടി പോകുമ്പോ വണ്ടികളൊക്കെ അങ്ങനെ വീട്ടിൽ നിന്നൊന്നും വെക്കലില്ല. നല്ലപോലെ അന്വേഷിച്ച് ചെയ്യണം. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ മാക്സിമം അന്വേഷിച്ച് ചെയ്യാട്ടോ. പലരുമാണ് വിളിക്കുക. ഓക്കെ, പിന്നെ ദൂരം ഒന്നും നമ്മൾ വലിയ പ്രശ്നമാക്കണ്ട. നല്ലൊരു കുട്ടിയാണെങ്കിലേ കോഴിക്കോട് മലപ്പുറമാണ് അടുത്തുനിന്ന് കോഴിക്കോടല്ല, മലപ്പുറം ജില്ലയും പാലക്കാട് ജില്ലയും ഏറ്റവും അടുത്തുനിന്ന് കിട്ടുന്നതാണ് ഉത്തമം. പിന്നെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അത്രയാണുള്ളത്. അവനെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു പാർട്ട്ണർ വരട്ടെ. അപ്പോൾ ഒരു മാക്സിമം 25 വയസ്സിൻ്റെ ഉള്ളിൽ 25 വയസ്സിനുള്ളിൽ ഒരു പാർട്ട്ണർ വരട്ടെ. വേറെ എന്താ പറയണ്ട എനിക്ക്? ഇല്ല, അതിനേറെ 1-2 വയസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നൗഫലിൻ്റെ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടുള്ളത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. സംസാരിക്കുന്ന കുട്ടിക്കാണ് നമ്മൾ മെയിനായിട്ട് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഇവർ പറഞ്ഞത്. ഇപ്പോൾ സംസാരിക്കാത്ത കുട്ടിയാണെന്ന് അവർക്ക് അന്വേഷിച്ച് നോക്കിയിട്ട് ചെയ്യാം. ഫസ്റ്റ് പ്രയോറിറ്റി അതാണെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള നല്ലൊരു ആലോചന വരട്ടെ. അവനെ മനസ്സിലാക്കുന്ന ഒരാൾ തന്നെ വരട്ടെ. ബാക്കിയെല്ലാം നിങ്ങൾ എന്തായാലും വിളിക്കാതിരിക്കരുത്. ഇപ്പോൾ ഓല് പറഞ്ഞ ദൂരത്തിലും ഇതിലും അല്ലെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോഴാണല്ലോ ഒരാളെ ഇഷ്ടം തോന്നുന്ന പല ഇതാണല്ലോ. അപ്പോൾ ഓരോരുടെ ഇഷ്ടങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട്, അതെല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട്. എങ്കിലും എന്ന് വിചാരിച്ച് നല്ല ആലോചനകളാണ് വിളിക്കാതിരിക്കരുത്. നിങ്ങൾ വിളിക്കണം. ഓനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ വരട്ടെ. പച്ചക്കറിൻ്റെ ഇതിൽ നിൽക്കുന്നതാണ്. പൈസേൻ്റെ കണക്കെല്ലാം അറിഞ്ഞോളൂ അല്ലേ? പൈസേൻ്റെ കണക്ക് കാര്യങ്ങൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഇനി കേൾവിക്കുന്ന സംസാരത്തിനുള്ള വിഷയം മാത്രമേ ഉള്ളൂ. പിന്നെ വണ്ടി ഓടിക്കുന്ന അറിയില്ല, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വരട്ടെ. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ.